ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു എ DIY ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്വാൻ കപ്പിളിനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു A4 ഷീറ്റിൽ സ്വാനിൻ്റെ ഡിസൈൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് വരച്ചെടുക്കാം. വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ രണ്ട് സ്വാനും ഈ കാർഡ്ബോർഡ് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്ത് പുറത്തെടുക്കാം. അതുപോലെ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മൾ രണ്ട് സ്വാനിനെയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു തെർമോക്കോൾ ഷീറ്റാണ് വേണ്ടത്. നമുക്ക് ഈ തെർമോക്കോൾ ഷീറ്റിലേക്ക് നേരത്തെ പോലെ തന്നെ ഈ സ്വാനിനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തെർമോക്കോൾ പീസസ് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഷാർപ്പായിട്ടുള്ള കട്ടർ എടുക്കണം. തെർമോക്കോൾ പൊട്ടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ഒരു സ്വാനിന് 2 തെർമോക്കോൾ പീസാണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഞാനിവിടെ ഇപ്പോൾ 4 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസ് ഈ 2 തെർമോക്കോളിൻ്റെ ഇടയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു പീസ് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മൾ പശ അയച്ചു കൊടുത്തതിന് ശേഷം അടുത്ത പീസും ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 പീസും അതേപോലെ തന്നെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എഡ്ജസ് ഒക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്ലോലി കട്ട് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും സൈഡ് കോർണർ ഡിസൈൻസ് ഒക്കെ കട്ടായി പോയാൽ പിന്നെ അതിൻ്റെ ആകെ ഷേപ്പ് മാറിപ്പോകും. അതുകൊണ്ട് മെല്ലെ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ 2 സ്വാനിനെയും ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് ഷേപ്പാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇത് സ്മൂത്താക്കി കൊടുക്കാം. സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതുക്കെ ചെയ്ത് കൊടുക്കണം. നമ്മൾ വിചാരിച്ച കറക്റ്റ് ഒരു ഷേപ്പ് ആവുന്നവരെ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല സ്മൂത്ത് ആയിക്കോളും. നേരത്തെ കട്ട് ചെയ്തപ്പോൾ ഷേപ്പ് ആവാത്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ടെക്സ്ചർ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പോളം ഗ്ലൂ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചൊന്ന് സ്മൂത്താക്കാൻ വേണ്ടി ഒരു അല്പം വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് സ്വാൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്രഷ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് കൈകൊണ്ട് ചെയ്ത് കൊടുത്താലും മതി. ടെക്സ്ചർ പേസ്റ്റ് കുറച്ച് തിക്നെസ്സിൽ തന്നെ നമ്മൾ തേച്ച് കൊടുക്കണം. അതേപോലെ തന്നെ ഈ കാർഡ്ബോർഡ് പീസസിൻ്റെ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം.
ഇല്ലെങ്കിൽ ഉണങ്ങി കഴിയുമ്പോൾ ആ കാർഡ്ബോർഡ് പീസൊക്കെ പുറത്ത് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ POP പേസ്റ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 8 മുതൽ 10 മണിക്കൂർ വരെയൊക്കെ വെച്ചാൽ മാത്രമേ നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. ഇനി നമുക്കിതിന് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. എല്ലാ ഡിസൈനും ഇപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മേലെ ഗോൾഡൻ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗോൾഡൻ പൗഡറും മീഡിയം മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. മാർക്ക് ചെയ്ത എല്ലാ ഭാഗങ്ങളിലും ഞാൻ ഗോൾഡ് തന്നെയാണ് അടിക്കുന്നത്. ഞാനിവിടെ ഗോൾഡ് ഫിനിഷിങ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 2 കോട്ട് ഗോൾഡ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രോൺസ് 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ആദ്യം ഈ ഗോൾഡ് ഡിസൈനൊരു ബോർഡർ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡിസൈൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലൊക്കെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്ത സ്ഥലത്തൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മളെ സ്വാൻ കപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്ന പോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഡെക്കോർ പീസായി വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ കൊടുക്കാനോ ഒക്കെ ഉപയോഗിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.